ഇഷ്ടപതി മഞ്ഞ നിറമുള്ള ഒരു ചുരിദാറായിരുന്നു കാർത്തൂൻ്റെ വേഷം. ഒരുപാട് ചമയങ്ങളൊന്നുമില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ശാലീന സുന്ദരി. പയ്യൻ മിഥുന് അവളെ ഇഷ്ടമായി എന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് സേതു വായിച്ചു. രണ്ടാളും പരസ്പരം സംസാരിച്ചു. മിഥുൻ്റെ മാതാപിതാക്കൾക്കും അവളെ ബോധിച്ചു. ഞങ്ങൾക്ക് കുട്ടിയെ ഇഷ്ടമായി. അവൻ്റെ അമ്മ കാർത്തൂൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ? ഗോപാലകൃഷ്ണൻ നായർ ദല്ലാളിനെ നോക്കി. നിങ്ങൾ എന്തു കൊടുക്കും, അതാദ്യം പറയാം. അയാൾ സേതുവിനെ അച്ഛനെ നോക്കി. ആ, ഇതെന്താ കാളക്കച്ചവടമാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും വില പറഞ്ഞുറപ്പിക്കാൻ? മിഥുൻ്റെ അമ്മാവൻ ദല്ലാളിനെ നോക്കി. ഇവർക്ക് ആവശ്യത്തിന് സ്വത്തും പണമൊക്കെ ഉണ്ട്. ഒറ്റ മകനുള്ളൂ എന്നറിയാലോ. പിന്നെ പെണ്ണിൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സ്ത്രീധനം കൊണ്ടൊന്നും ഇവർക്ക് ജീവിക്കേണ്ട ഗതികേടൊന്നുമില്ല. അതുറപ്പാ. മിഥുൻ്റെ അമ്മാവനാണത് പറഞ്ഞത്. ഏയ്, അങ്ങനൊന്നുമില്ല. എന്നാലും ഞങ്ങളുടെ കുട്ടിക്ക് 101 പവനെങ്കിലും കുറഞ്ഞതിട്ടായിരിക്കും ഞങ്ങളവളെ ഇറക്കുന്നത്. ഗോപാലകൃഷ്ണൻ നായർ അത് പറയുമ്പോൾ മിടിച്ചത് സേതുവിൻ്റെ ചങ്കായിരുന്നു. എന്നാൽ പിന്നെ രണ്ടു കൂട്ടർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് ഇത് നമുക്ക് ഉറപ്പിച്ചാലോ? ദല്ലാളാണെങ്കിൽ സേതുവിനെ നോക്കി ഇളിച്ചു. അവൻ അച്ഛനെ നോക്കിയപ്പോൾ ആമുഖത്ത് സമ്മതഭാവമാണ്. അങ്ങനെ അടുത്ത ഞായറാഴ്ച വേണ്ടപ്പെട്ടവർ എല്ലാവരും കൂടി ഓണാട്ടുകരയിലേക്ക് പുറപ്പെടാമെന്ന് തീരുമാനിച്ചു. കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. എല്ലാവരും അതീവ സന്തോഷത്തിലാണ്. ഗീതയാണെങ്കിൽ അനുജത്തിക്ക് കിട്ടിയ സൗഭാഗ്യം വർണ്ണിക്കുകയാണ്. ഗോപനും ഭാര്യയും മാത്രം മുഖം വീർപ്പിച്ചൊരു വശത്ത് നിൽപ്പുണ്ട്. ആട്ടെ, അച്ഛൻ എത്ര പവൻ സ്വർണം മേടിച്ചു വെച്ചിട്ടുണ്ട് അവൾക്ക്? വെട്ടിത്തുറന്നുള്ള സേതുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ആദ്യം എല്ലാവരും ഒന്ന് പകച്ചു. നീ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നേ? ഒന്നും അറിയാത്ത പോലെ. അയാളും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എനിക്കൊന്നും അറിയാത്തത് കൊണ്ടാണച്ചാ. എങ്ങനെ 101 പവൻ സ്വർണം സ്ത്രീധനം കൊടുക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. അച്ഛൻ എല്ലാവരുടെയും മുമ്പ് വെച്ച് പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞു, ഇത്രയും പ്രതാപമുള്ള ആളുകളോട് പിന്നെ എന്നാ പറയണം ഞാൻ? അതെങ്കിലും കൊടുക്കാതെ ഇറക്കി വിടാൻ പറ്റുമോ? അറിയാമച്ചാ, ഒക്കെ ശരിയാണ്. പക്ഷെ എങ്ങനെ, അത് പറയാം. അതിന് മറുപടി പറയാതെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സേതു തൻ്റെ മുറിയിലേക്കും. ആർത്തു വന്ന് സന്തോഷം കെട്ടടങ്ങാൻ ഒരു നിമിഷം മാത്രമേ വേണ്ടി വന്നുള്ളൂ. സേതുവേട്ടാ. കട്ടിൽ വെറുതെ കണ്ണടച്ച് കിടക്കുകയാണ് സേതു. പെട്ടെന്നവൻ കണ്ണു തുറന്നു. കാർത്തുവാണ്. എന്താ മോളെ? ഏട്ടാ, ഏട്ടൻ വിഷമിക്കൊന്നും വേണ്ട. ആ വിവാഹം തന്നെ വേണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. നമുക്ക് വേറെ നോക്കാം. ഏയ്, അതൊന്നും സാരമില്ല. ഞാൻ വെറുതെ അച്ഛനോട് അങ്ങനെ ചോദിച്ചോന്നേ ഉള്ളൂ. അത് സത്യമല്ല ഏട്ടാ. അച്ഛൻ ഒന്നും അറിയാതെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നമുക്ക് ആ ബന്ധം വേണ്ട. നിനക്ക് ആ പയ്യനെ ഇഷ്ടമായോ? ഏട്ടൻ അതൊന്നും ഇനി ചോദിക്കണ്ട. എൻ്റെ ഏട്ടനെ ഇനിയും കഷ്ടപ്പെടുത്താൻ ഞാൻ ഒരുക്കമല്ല. അതുകൊണ്ട് നമുക്ക് ഈ ബന്ധം വേണ്ട. പെട്ടെന്ന് ഗീത അവിടേക്ക് പ്രവേശിച്ചു. അങ്ങനെ ചുമ്മാ തള്ളിക്കളയാൻ വരട്ടെ. നമുക്കൊന്നും കണി കാണാൻ പറ്റാത്ത ആളുകളാണവർ. നീ ഒന്നും ആലോചിക്കാതെ ഓരോന്ന് പറയല്ലേ. ഗീത അനുജത്തിയെ കടുപ്പിച്ചൊന്ന് നോക്കി. ഏട്ടത്തെ ആദ്യം നാവടക്കിക്കേ. ഇത്രയും സ്വർണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? നിന്നെ ഇവൻ കെട്ടിച്ചു വിടട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കിയില്ലേ. ഇനി നിന്റെ കാര്യം ഇവൻ നടത്തട്ടെ. അച്ഛൻ്റെ ഉദ്ദേശം അതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് ആ വായിൽ നിന്നൊന്ന് വീണ് കേൾക്കാൻ എനിക്ക് പറ്റിയില്ല. സേതു പുച്ഛഭാവത്തിൽ പെങ്ങളെ നോക്കി. കുടുംബത്തിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ കെട്ടിച്ചയക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അച്ഛനും അമ്മയ്ക്കും. ഇത് അച്ഛനും വയ്യാണ്ടായി. പിന്നെ ഇവനല്ലേ ഉള്ളൂ. അല്ലല്ലോ, വലിയേട്ടനില്ലേ? ഏട്ടനും എൻ്റെ മേലെ അവകാശമില്ലേ? എന്നിട്ട് എല്ലാവരും കൂടി കാർത്തു വിട്ടുകൊടുക്കാൻ ഭാവമില്ല. വലിയേട്ടന് പറ്റുകൂടി. അന്നന്നത്തെ അന്നെ എങ്ങനെ ഉണ്ടാക്കുമെന്നോർത്താണ് അവർ ജീവിക്കുന്നത്. ഏടത്തി വെറുതെ പക്ഷം പറയാൻ നിൽക്കല്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അച്ഛൻ ഇത്രയും കാര്യങ്ങളൊക്കെ നടത്തി വിട്ടു. എന്നെ പറഞ്ഞതിലും സ്ത്രീധനം കൊടുത്ത് ഇറക്കി വിട്ടു. ഇനി നിന്റെ കാര്യം കൂടി ബാക്കിയുള്ളൂ. അതിവൻ നടത്തും, അത്രയേ ഉള്ളൂ. അതും പറഞ്ഞുകൊണ്ട് ഗീത പിന്തിരിഞ്ഞു. ഗീതേച്ചി, ഒന്നിങ്ങോട്ട് വന്നേ. സേതു ഒരല്പം ഉറക്കെയാണ് വിളിച്ചത്. ഗീത ഒന്ന് ഞെട്ടി. ഇതുവരെ അവളുടെ നേർക്ക് ഒച്ച പൊന്തിയിട്ടില്ലാത്ത ചെറുക്കൻ. ഗീതേച്ചി പറഞ്ഞല്ലോ, കാര്യങ്ങളൊക്കെ അന്തസ്സായിട്ട് അച്ഛൻ നടത്തിയെന്ന്. എന്ത് കാര്യങ്ങളാണ്? ഒന്ന് പറഞ്ഞേ. നീ എന്താടാ കണക്ക് പറയുവാണോ? ഗോപാലകൃഷ്ണൻ നായരും ഭവാനിയമ്മയും ഒക്കെ അവിടേക്ക് വന്നു.
ഞാൻ ഇതുവരെ എന്തിൻ്റെങ്കിലും കണക്ക് പറഞ്ഞോ ഇവിടെ? ഇല്ലല്ലോ. പിന്നെ ചേച്ചി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കൂടി കുറച്ച് കണക്ക് പറയാം. അവൻ എല്ലാവരെയും ഒന്ന് നോക്കി. ഈ 60 സെൻറ്റ് പുരയിടവും വീടും അച്ഛൻ പണയപ്പെടുത്തി. എന്തിനാ? ചേച്ചിയെ കെട്ടിച്ചു വിടാനല്ലേ? കല്യാണം മംഗളമായി നടന്നു. 2 മാസം അച്ഛൻ ലോൺ അടയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് എനിക്ക് ജോലി കിട്ടി ഞാൻ ഗൾഫിൽ പോകുന്നത്. കഴിഞ്ഞു. അതോടെ അച്ഛൻ്റെ ആ ബാധ്യത തീർന്നു. എൻ്റെ ശമ്പളം കൊണ്ട് ഞാൻ തീർത്ത ആദ്യ കടം ഈ പുരയിടത്തിൻ്റെ ആധാരം എടുക്കുക എന്നതാണ്. അത് കഴിഞ്ഞ് ചേച്ചിയുടെ വീട് പണിയാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. എല്ലാ വെള്ളിയാഴ്ചയും ചേച്ചിയുടെ പരാതി കേൾക്കാൻ മാത്രം എനിക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. എങ്ങനെങ്കിലും കൂടപ്പിറപ്പിനൊരാശ്വാസം ആവട്ടെ എന്ന് കരുതി ഞാൻ അതും നിർവഹിച്ചു. പാലുകാച്ചിന് പോകുന്നതിൻ്റെ തലേദിവസം വൈകിട്ട് അച്ഛനൊരു പൂതി, ഒരു ഡൈനിങ് ടേബിൾ കൂടി കൊടുക്കണം, അതും തേക്കിൻ്റെ. ഞാൻ ടിവിയും ഫ്രിഡ്ജും മേടിച്ച് വെച്ചേക്കുകയാണെന്ന് ഓർത്തോണം. പോരാത്തതിന് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ കല്യാണമാണ്. എന്നാലും അച്ഛൻ്റെ ആഗ്രഹമല്ലേ എന്ന് കരുതി ഞാൻ ഡൈനിങ് ടേബിളും കൂടി മേടിച്ചു. അടുത്ത ദിവസം ഗീതേച്ചിയുടെ വീട്ടിലെത്തിയപ്പോൾ ആ ഡൈനിങ് ടേബിൾ ഗോപേട്ടൻ്റെ സമ്മാനമായി. എങ്ങനുണ്ട്? അതും ഞാൻ ക്ഷമിച്ചു. കൂടപ്പിറപ്പിന് നിവൃത്തിയില്ലല്ലോ, പോട്ടെ എന്ന് കരുതി ഞാൻ ആശ്വസിച്ചു. പക്ഷെ അച്ഛൻ്റെ ബുദ്ധി അപാരമാണല്ലോ എന്ന് ഞാൻ ഓർത്തു. സേതു എല്ലാവരെയും ഒരു പുച്ഛഭാവത്തിൽ നോക്കി. ഭവാനിയമ്മയും കാർത്തുവുമൊക്കെ അന്താളിച്ച് നിൽക്കുകയാണ്. ഗീത പോലും ഞെട്ടി. എല്ലാവർക്കും ഇത് പുതിയ അറിവായിരുന്നു. ഇനി ബാക്കി കൂടി കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ ചെല്ലും മുൻപ് അച്ഛൻ്റെ അടുത്ത വിളി വന്നു, ഗോപേട്ടനെ കൂടി ഒന്ന് കരകയറ്റണമെന്ന്. എൻ്റെ കടം തീർന്നു വരുന്നേ ഉള്ളൂ എന്ന് ഓർത്തോണം. ഒടുവിൽ ഞാൻ വീണ്ടും ലോൺ എടുത്തു. ഏട്ടന് കടയിട്ട് കൊടുത്തു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഇനി വീട്ടാവശ്യത്തിനുള്ള സാധനമെല്ലാം നമുക്ക് അവൻ്റെ കടയിൽ നിന്ന് എടുക്കാമെന്ന്. ഇനി ചിലവ് കാശെന്ന് പറഞ്ഞ് മാസാമാസം 15,000 രൂപ അയക്കേണ്ടെന്ന്, അതും കൂടി ലോൺ അടച്ചോളാൻ. എന്നിട്ടോ 1 മാസം കഴിഞ്ഞ് അച്ഛൻ വിളിച്ചു പറഞ്ഞു, കട നഷ്ടത്തിലാണ്, നമുക്ക് കൂടി സാധനം പെറുക്കിയെടുക്കാനില്ല പോലും. അന്നു മുതൽ കഴിഞ്ഞ മാസം വരെ 15,000 വെച്ച് മാസം തോറും ഞാൻ അയക്കും. എൻ്റെ ശമ്പളം എത്രയാണെന്നോ എങ്ങനെ ഇതുണ്ടാക്കുന്നെന്നോ എനിക്കതിനതൊക്കെ ജോലിയുണ്ടെന്നോ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? 7-ാം തീയതി എന്നൊരു തീയതി ഉണ്ടെങ്കിൽ എല്ലാ മാസവും അച്ഛൻ ബാങ്കിലേക്ക് ഓടും. ഗീതേച്ചിക്ക് എത്ര തവണ ഞാൻ കാശിട്ട് തന്നു ഇല്ലേ? അവനെ കിതച്ചു. ഗീതയുടെ മുഖം വാടി. ഭവാനിയമ്മ മാത്രം കണ്ണുനീരൊപ്പി. അമ്മ വിഷമിക്കണ്ട, ഇതൊന്നും പറയണമെന്ന് ഓർത്തത് പോലുമല്ല. പക്ഷേ ഗീതേച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണമ്മേ. അവൻ മുറിയിൽ നിന്നിറങ്ങി. വേണി അവനെ ദീനമായി ഒന്ന് നോക്കി. കുളത്തിൽ പോയി നന്നായി നീന്തി തുടിച്ച് ഒന്ന് മുങ്ങിക്കുളിച്ച് വന്നപ്പോൾ ഒരു പ്രവാസിക്ക് കിട്ടുന്ന സുഖം സേതു അതുവരെ അനുഭവിച്ച മാനസിക പിരിമുറുക്കത്തിന് ഒരയവ് വന്നതുപോലെ അവന് തോന്നി. ഗോപാലകൃഷ്ണൻ നായരുടെയും ഗീതയുടെയും മുഖം അല്പം വാടിയാണിരിക്കുന്നത്. മകൻ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ പറയുന്നയാൾ ഓർത്തില്ല, അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. സേതുവേട്ടാ, അത്താഴം കാലായിട്ടോ? കാർത്തുവാണ് അവനെ വന്ന് വിളിച്ചത്. സേതു ഊണുമുറിയിലേക്ക് വന്നു. നോക്കിയപ്പോൾ വേണി ഒഴികെ എല്ലാവരും ഇരുന്നു കഴിഞ്ഞു. ഇതാണിവിടെ പതിവെന്ന് അവൻ ഏറെക്കുറെ മനസ്സിലായി. ഇരിക്കാനായി വന്ന സേതു വേഗം അവിടുന്ന് പിന്തിരിഞ്ഞു. നീ കഴിക്കുന്നില്ലേ മോനെ? ഇല്ലമ്മേ, നിങ്ങളിരുന്നോളൂ. അവൻ ഉച്ചയ്ക്ക് നടന്ന സംഭവത്തോടെ ആകെ പിണങ്ങിയെന്ന് എല്ലാവർക്കും തോന്നി. ഭക്ഷണത്തോടാരും ദേഷ്യം കാണിക്കണ്ട. ഗീതേ, കാർത്തു, വന്ന് കഴിക്ക്, അച്ഛൻ കൽപ്പിച്ചു. എല്ലാവരും കഴിക്കുന്നതുവരെ സേതു വെറുതെ വാർത്ത കണ്ടിരുന്നു. ഓരോരുത്തരായി കൈ കഴുകി അച്ഛൻ ചാരുകസരയെ വന്ന് കിടന്നു. ബാക്കിയുള്ളവർ ടി വിയുടെ മുൻപിലും. വേണി മാത്രം വിഷമതയോടെ അവനെ നോക്കി. അവൻ ഇഷ്ടപ്പെട്ട കുടംപുളിയിട്ട് വറ്റിച്ച വരാൽക്കറിയും കാരി വറുത്തതും പച്ചമോരും ഏത്തക്കായ മെഴുക്കുപുരട്ടിയും ഒക്കെയാണ് വിഭവങ്ങൾ. ഒക്കെ ഉണ്ടാക്കി അവൾ വെച്ചിരുന്നു. പക്ഷെ അവനെ വിളിക്കാനൊരു ഭയം. കാരണം മറ്റുള്ളവരുടെ കൂടെ ഇരിക്കാതെ തൻ്റെ ഒപ്പം. വേണി, എന്താ സേതുവേട്ടാ? വാടോ, അത്താഴം കഴിക്കാം. അവൻ്റെ അല്പം ഉച്ചത്തിലുള്ള വാചകം അവിടെ എല്ലാവരും കേട്ടു. മാമന് ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കിങ്ങിണി അവനെ നോക്കി. മോളുടെ അമ്മായി തനിച്ചിരുന്ന് ചോറ് കഴിക്കണ്ടേ മോളെ? അതുകൊണ്ടാണ് മാമനിപ്പോൾ കഴിക്കാത്തത്.
മാമന് വിശക്കുന്നു. മോള് കഴിക്കുന്നു മാമൻ്റെ കൂടെ. യോ, എനിക്ക് വേണ്ട, വയറ് പൊട്ടാറായി. അവൾ ഗീതയുടെ അടുത്തേക്ക് പോയി. വേണി ആഹാരം എടുത്ത് മേശമേൽ വെച്ചു. വാടോ, ഇരിക്ക്. വേണ്ടേട്ടാ, ഞാൻ പിന്നീട്. വേണി, ഇവിടെ ഇരുന്ന് ഊണ് കഴിക്ക്. അങ്ങനെ അവളും നിറഞ്ഞ മനസ്സോടെ അവൻ്റെ ഒപ്പം ഇരുന്നു. വേഗം കഴിക്ക്, കുറച്ച് തിരക്കുള്ളതാണ്. അവൻ അവളോട് മെല്ലെ മന്ത്രിച്ചു. നാണത്താൽ അവളുടെ മുഖം ചുവന്നു. കാലത്തെ തന്നെ സേതു അമ്പലത്തിലൊന്നു പോയി. ശിവനാണ് അവിടെ പ്രതിഷ്ഠ. ഭഗവാനെ കൺകുളിർക്കെ കണ്ടു തൊഴുതു. ഒരു ജലധാരയൊക്കെ കഴിപ്പിച്ചു. മനസ്സിന് വല്ലാത്തൊരു സുഖം. വേണി എല്ലാ തിങ്കളാഴ്ചയും മുടങ്ങാതെ ധാരയും പിൻവിളക്കും ഒക്കെ നടത്തുന്നുണ്ടെന്ന് പ്രസാദം കൊടുത്തുകൊണ്ടിരുന്ന തിരുമേനി അവനോട് പറഞ്ഞു. തിരുമേനിക്കുള്ള ദക്ഷിണ കൊടുത്ത് അവൻ അമ്പലത്തിൽ നിന്നിറങ്ങി. കുറച്ച് സമയം അവൻ ആൽമരത്തറയിലിരുന്നു. പഴയ 1-2 സുഹൃത്തുക്കളെയൊക്കെ കണ്ടു. അവരോടൊക്കെ കുശലമൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് കാക്കാത്തി വരുന്നു. മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളും ഒരു വശത്തേക്ക് വാരിക്കെട്ടിയ തലമുടിയും നെറ്റിയിൽ ഒരു ചുവന്ന വട്ടപ്പൊട്ടും ഒരു കൂടയിൽ തത്തമ്മയും. ഇവരിപ്പോഴും ഉണ്ടോ? ഉവ്വ്, അല്ലാണ്ട് എവിടെ പോകാനാ മോനെ? അഷ്ടിക്ക് വക തേടണ്ടേ? അവനെ നോക്കിയവർ ചുവന്ന കറിയുള്ള മോണ കാട്ടി ചിരിച്ചു. ആ കൈയൊന്നും കാണിച്ചേ. തത്ത ഒരിക്കലും കള്ളം പറയില്ല. തന്നെയുമല്ല, മോൻ ഒരുപാട് അനുഭവം ഉണ്ടല്ലോ. അതൊന്നും വേണ്ട, ദെയ്തു വെച്ചോ. അവൻ പോക്കറ്റിൽ നിന്ന് ഒരു 500 രൂപയെടുത്ത് അവർക്ക് നേരെ നീട്ടി. അങ്ങനെ പറഞ്ഞാലൊക്കില്ല. മോൻ്റെ കൈ നോക്കിയിട്ട് ഞാൻ കാശ് മേടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടവർ അവൻ്റെ കൈ പിടിച്ചു. ഈ കയ്യിൽ നിന്ന് ഇത്തിരി പൈസ ഇറങ്ങാൻ പോവാണല്ലോ. അവർ ചൂണ്ടുവിരൽ താടിയിൽ തൊട്ടു. അപ്പറഞ്ഞത് ശരിയാണ്. അവൻ ചിരിച്ചു. മോനെ, നീ വിഷമിക്കണ്ട. അതിൻ്റെ 100 ഇരട്ടി നിനക്ക് കിട്ടുകയും ചെയ്യും. ദേ, ഈ രേഖ തെളിഞ്ഞു വന്ന് നിൽക്കുന്നത് കണ്ടോ? അവർ ഒരു ചെറു രേഖ ചൂണ്ടി പറഞ്ഞു. ആയിക്കോട്ടെ. കുറച്ച് സമയം അവരുടെ സംസാരമൊക്കെ കേട്ടിരുന്നിട്ട് അവൻ പിന്നീട് വീട്ടിലേക്ക് പോയി. പോകും വഴി രാവുണ്ണിയാർ വരുന്നു. ആ മോനെ, അച്ഛൻ പറഞ്ഞ വിശേഷമൊക്കെ. ഇളയ കുട്ടിയെ വലിയ പണക്കാരെ കൊണ്ട് സമ്മതം ആലോചിച്ചിരിക്കുമല്ലേ? അയാൾ വാതോരാതെ പറഞ്ഞു. അച്ഛൻ്റെ പൊങ്ങച്ചുമാണ് അയാൾ ഈ വിളമ്പുന്നത്. അച്ഛൻ അങ്ങനെയാണെന്ന് അവനറിയാം. കുറച്ച് സമയം അയാളോട് സംസാരിച്ച് നിന്നിട്ട് അവൻ വീണ്ടും നടന്നു. വിളവടുത്ത് കിടക്കുന്ന നെൽപ്പാടും ഉദയസൂര്യൻ്റെ പൊൻകിരണം വന്ന് പതിച്ചിരിക്കുന്നു. സ്വർണ്ണവർണ്ണമാർന്ന് കിടക്കുന്ന നെൽക്കതിർ കാണാൻ എന്തൊരു ശോഭയാണ്. കുറേ ആളുകൾ പാടത്ത് പണിയുന്നുണ്ട്. എല്ലാം നോക്കിയും കണ്ടും അവൻ വീട്ടിലെത്തി. അച്ഛൻ ഉമ്മറത്തുണ്ട്. അവനെ ഗൗനിച്ചില്ല. ഇന്നലെ ഇത്തിരി കടുപ്പിച്ച് സംസാരിച്ചതിന് ശേഷം ഇങ്ങനെയാണ്. അച്ഛൻ കാപ്പി കുടിച്ചോ? ചെരുപ്പിറയെ തൂരി അവൻ മെല്ലെ അകത്തേക്ക് കയറി. താല്പര്യമില്ലാത്ത മട്ടിൽ അയാൾ മൂളി. അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓ, ഞാൻ എന്തു പറയാനാ, എനിക്കതിന് വേലയും കൂലിയൊന്നുമില്ല. അവനൊന്ന് ചിരിച്ചു. ഗോപേട്ടനും ഗീതേച്ചിയൊക്കെ അവൾക്ക് എന്തെങ്കിലും കൊടുക്കുമോ? എനിക്ക് യാതൊരു നിവൃത്തിയില്ല. ശങ്കരൻ്റെ കയ്യിൽ നിന്ന് എവിടെയാണ് കാശ്? എങ്ങനെയാണ് അന്നന്നത്തെ കഴിഞ്ഞു പോകുന്നതെന്ന് ഓർത്താ ഞങ്ങളിരിക്കുന്നേ. വാതിൽ മറങ്ങിൽ പതുമി നിന്നവേ വേഗം മുൻവശത്തേക്ക് വന്ന് ഗീത പറഞ്ഞു. അപ്പോൾ ചേച്ചിക്കൊന്നും ഇല്ലല്ലേ? ഇല്ല. നിന്നെ കെട്ടിച്ചപ്പോൾ തന്ന 30 പവൻ്റെ ആഭരണം എന്തിയേ? അതിൽ നിന്ന് നിന്റെ കൂടപ്പിറപ്പിന് എന്തെങ്കിലും കൊടുക്കാൻ മേലേ? അമ്മ എന്തായി പറയുന്നേ? ആകെ എനിക്കുള്ളത് ആ പണ്ടാണ്. അതിൽ നിന്ന് എടുക്കാൻ പറഞ്ഞാൽ എന്തൊരു ന്യായമാണ്. തന്നെയല്ല, എനിക്കൊരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട്. അവളുടെ അച്ഛനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഒന്ന് നിർത്ത്. സേതുവിൻ്റെ ശബ്ദം ഉയർന്നതും ഗീത നാവടക്കി. തുടരും.